ഈ താരദീപം പൊലിഞ്ഞിട്ട് 2 വർഷം. വില്ലനായും വില്ലത്തരം കാട്ടിക്കൂട്ടുന്ന വെറും പാവമായും തമാശക്കാരനായുമൊക്കെ മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന കൊച്ചിൻ ഖനീഫ വിട പറഞ്ഞിട്ട് 2 വർഷം തികയുന്നു. പണ്ട് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ കൊച്ചിൻ ഖനീഫയുടെ അരയിൽ ഒരു കത്തിയോ അല്ലെങ്കിൽ റിവോൾവറോ കാണുമായിരുന്നു. പ്രധാന വില്ലന്മാരായ ജോസ് പ്രകാശിന്റെയും ബാലൻ കെ നായരുടെയും ഒക്കെ നിഴലായിരുന്നു അദ്ദേഹം. വില്ലന്റെ വിശ്വസ്തനായ അനുചരൻ, നായികയെ വേട്ടയാടുന്നവൻ, എന്തിനും മടിക്കാത്ത ദുഷ്ടൻ, കണ്ണിൽ ചോരയില്ലാത്തവൻ. അങ്ങനെയൊക്കെയാണ് കൊച്ചിൻ ഖനീഫയുടെ ആദ്യകാല പരിവേഷം. അടിക്കുവാനും അടികൊള്ളുവാനും എപ്പോഴും മുന്നിലുണ്ടാകും. കുടവയറും ചുരുണ്ട മുടിയും കറുത്ത ഉയരം കുറഞ്ഞ ദേഹപ്രകൃതിയും ഖനീഫയ്ക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ ഒരു ഗുണ്ടയുടെ പരിവേഷം നൽകി. വില്ലൻ പരിവേഷം പ്രേക്ഷകരുടെ മനസ്സിൽ ഉറച്ചപ്പോൾ തുടർന്ന് അതീവ പ്രാധാന്യമുള്ള വില്ലൻ വേഷങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി. പക്ഷേ കുറച്ചു നാളുകൾക്ക് ശേഷം ഖനീഫയെ കാണുന്നത് തമാശക്കാരനായിട്ടാണ്. ഏറ്റവും ഒടുവിൽ വിഡ്ഢിത്തം മാത്രം എഴുന്നള്ളിക്കുന്ന കഥാപാത്രങ്ങളിലേക്ക് അദ്ദേഹം ചെന്നെത്തി. വില്ലനായി വന്ന നടൻ വില്ലത്തരം പുറത്തു കാട്ടുന്ന പേടിത്തൊണ്ടനോ ആയി അവതരിക്കപ്പെട്ടു. സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിച്ചാണ് കൊച്ചിൻ ഖനീഫ കലാകാരനായി പേരെടുത്തത്. മിമിക്രി രംഗത്തുനിന്ന് സിനിമയിലെത്തിയ ആദ്യകാല നടൻ കൂടിയാണ് ഖനീഫ. എറണാകുളം പുല്ലേപ്പടിയിൽ 1948 കൊച്ചിൻ ഖനീഫ ജനിച്ചത്. യഥാർത്ഥ പേര് സലീം അഹമ്മദ് ഘോഷ് എന്നായിരുന്നു. എറണാകുളം സെന്റ് ആൽബർട്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഏകാഭിനയ വേദിയിലൂടെ കലാപ്രവർത്തന രംഗത്തേക്ക് തുടക്കം കുറിച്ചു. പിന്നീട് മിമിക്രി വേദിയിലൂടെ സുപരിചിതനായി. മിമിക്രി എന്ന കലാരൂപത്തെ മലയാളികൾക്കിടയിൽ ജനകീയമാക്കിയ കലാകാരന്മാരിൽ പ്രധാനിയാണ് കൊച്ചിൻ ഖനീഫ. KP ഉമറിനെയും സത്യനെയും ശിവാജി ഗണേശിനെയും എല്ലാം അനായാസം അനുകരിച്ച് കയ്യടി നേടി. സിനിമാ മോഹവുമായി മദിരാശിയിലെത്തിയ ഖനീഫ 1972 P. വിജയൻ സംവിധാനം ചെയ്ത അഴിമുഖം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. വില്ലൻ ഗുണ്ടാവേഷങ്ങളായിരുന്നു അധികവും. അപൂർവമായി ചില ക്യാരക്ടർ വേഷങ്ങളിൽ മാത്രം അഭിനയിച്ചു. 1989 ലോഹിതദാസ് എഴുതി സിബി മലയിൽ സംവിധാനം ചെയ്ത കിരീടം എന്ന സിനിമയിലെ ഹാസ്യ വില്ലൻ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഹൈദ്രോസ് എന്ന ഭീരുവായ ചട്ടമ്പിയുടെ വേഷമായിരുന്നു കിരീടത്തിലൂടെ ഖനീഫ ജീവൻ കൊടുത്തത്. സേതുമാധവൻ എന്ന പ്രധാന കഥാപാത്രത്തിന് പിന്നിൽ ബോഡി ഗാർഡിനെ പോലെ കത്തിയും വീശി നടക്കുന്ന ഹൈദ്രോസിനെ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നീടുള്ള കാലം വില്ലനിൽ നിന്ന് കൊമേഡിയനിലേക്കുള്ള മാറ്റമായിരുന്നു. പ്രേക്ഷകർ അത് നിറഞ്ഞ ഹൃദയത്തോടെ ഏറ്റുവാങ്ങി. ഹൈദ്രോസ് ക്ലിക്കായതോടെ മലയാളത്തിലെ ഹാസ്യ നടന്മാരിൽ ഒരാളായി കൊച്ചിൻ ഖനീഫ മാറുകയായിരുന്നു. തുടർന്ന് 100-ലധികം ചിത്രങ്ങളിൽ ഖനീഫ കൊമേഡിയനായി അഭിനയിച്ചു. നരേന്ദ്രൻ മകൻ ജയകാന്തൻ വകയിലെ തീറ്റപ്രാന്തക്കാരനായ ആനക്കാരൻ, പഞ്ചാബി ഹൌസിലെ ബോട്ടുടമ, തിളക്കത്തിലെ ചട്ടമ്പി, ഈ പറക്കും തളികയിലെ SI, മീശമാധവനിലെ കഥാപാത്രങ്ങൾ ഇവയൊക്കെ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങളല്ല. ഹാസ്യവേഷത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും മികച്ച ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. 2001 സൂത്രധാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. ബോഡി ഗാർഡാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച ചിത്രം. മലയാളത്തിൽ 100ഓളം ചിത്രങ്ങളിൽ വേഷമിട്ട ഖനീഫ തമിഴിലും തെലുങ്കിലും സജീവമായിരുന്നു. തമിഴിൽ കമൽഹാസനൊപ്പം ചെയ്ത മഹാനദി, രജനീകാന്തിനൊപ്പമുള്ള ശിവജി എന്നീ ചിത്രങ്ങളിലെ വേഷങ്ങൾ അദ്ദേഹത്തെ തമിഴിലും ശ്രദ്ധേയനാക്കി. നടൻ എന്നതിനപ്പുറം കഥാകൃത്തായും തിരക്കഥാകൃത്തായും സംവിധായകനായും നിർമ്മാതാവായുമെല്ലാം കൊച്ചിൻ ഖനീഫ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. വാത്സല്യം, 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു സിന്ദൂരപ്പെട്ടിന്റെ ഓർമ്മയ്ക്ക് എന്നിവ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ്. സിനിമാ ലോകത്തെ സത്യസന്ധന്മാരുടെ ഇരിപ്പിടത്തിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. വിശാലമായ സുഹൃത്ത് ബന്ധത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. കമൽഹാസൻ, കരുണാനിധി, രജനീകാന്ത്, സംവിധായകൻ ശങ്കർ തുടങ്ങി തമിഴ് സിനിമാ ലോകത്തെ പ്രമുഖരുമായെല്ലാം അദ്ദേഹത്തിന് ഊഷ്മളമായ സൗഹൃദ ബന്ധമാണ് ഉണ്ടായിരുന്നത്. കഠിനാധ്വാനിയായ അദ്ദേഹം ഭാരിച്ച കുടുംബ ഉത്തരവാദിത്വം നിറവേറ്റിയ ശേഷം 46-ാം വയസ്സിലാണ് വിവാഹിതനായത്. മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിക്കാത്ത അപൂർവം ചലച്ചിത്ര താരങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഒരു നല്ല കലാകാരൻ മാത്രമല്ല, സിനിമാ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനെയാണ് അദ്ദേഹത്തിന്റെ വേർപാടിലൂടെ നഷ്ടമായത്. അതെ, കൊച്ചിൻ ഖനീഫയെ നമുക്ക് മറക്കാനാകില്ല. ആ താരദീപം പൊലിഞ്ഞിട്ട് 2 വർഷം. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.